എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇൻസിഡന്റ് നമ്മുടെ വെള്ളം സിനിമയിൽ ഇത് ഒരു സീനുണ്ട്. അതായത് ഇവിടെ പോയാലും അറിയാതെ ഒന്ന് നിർത്തണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴും അറിയാതെ ഒന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അത് എന്താ പറയുക, നമ്മളെക്കാളും കൂടെ നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും അനുഭവിക്കുന്നത്. നമുക്കറിയാം നിർത്തണമെന്ന് മനസ്സ് പറയായിരിക്കും, പക്ഷേ ബോഡി അനുവദിക്കത്തില്ല. എപ്പോഴെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അത് ഒരു തവണയല്ല, 1000 തവണ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം 4 വർഷമായി ഞാൻ മദ്യപാനം നിർത്തിയിട്ട്. അതിനു മുമ്പ് ഒരുപാട് അവസാന സമയം ഒക്കെ ആയപ്പോഴത്തേക്ക് ദിവസവും തരും ഇന്ന് അടിക്കരുതെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പക്ഷേ അറിയാതെ അടിച്ചു പോകും. കാരണം നമ്മുടെ മനസ്സ് സംബന്ധിക്കുന്നിടത്ത് ശരീരം നിൽക്കത്തില്ല. ഇപ്പം മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണോ? നമുക്ക് ചില ഫുഡ് നമ്മളോട് കഴിക്കരുതെന്ന്, ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്ന് കഴിക്കരുത്, ഇപ്പം ഷുഗറുകാർക്ക് മധുരം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കരുതെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഒരു പഴംപൊരിയൊക്കെ കാണുമ്പോഴത്തേക്കും അവർ കഴിക്കും. ചിലരത് കണ്ടു കഴിയുമ്പോൾ അവർക്ക് കൺട്രോൾ. നമ്മളത് വേണ്ടെന്ന് വെക്കുമ്പോഴാണ് നമ്മളെ അതിലേക്ക് കൂടുതൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ മദ്യത്തിന് വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം അത് ചില സമയം മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഒരു ദിവസത്തെ രണ്ട് പെഗോ അല്ലെങ്കിൽ അങ്ങനെ കഴിച്ചാൽ ബോഡി ബാലൻസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഒന്ന് മൈൻഡ് ഒന്ന് സ്ട്രൈറ്റ് ആവാനായിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ പ്രഷർ, എല്ലാവരും പറയുന്നത് ശരി, പ്രഷർ സഹിക്കാനായിട്ട് ഇത് കുറച്ച് കുടിച്ചാലേ വെളിവായിട്ട് നിൽക്കത്തില്ല എന്നൊക്കെ പറയാറില്ല. ശരിക്കും അങ്ങനെ ഉണ്ടോ? ഇല്ല, ചുമ്മാ. മദ്യപാനികളല്ലാത്തവരെങ്ങനെ അവരുടെ പ്രഷർ മാനേജ് ചെയ്യുന്നു? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയമാണ്. അവരുടെ എന്താണ് ടെൻഷൻ അവരെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? എന്തെങ്കിലും പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യുന്നു? മദ്യപാനി അല്ലാത്തവർ വേറെ, എനിക്ക് ഓരോരുത്തർക്കും ഓരോ അഡിക്ഷനാണ്. ഒന്നുമില്ല, ടെൻഷൻ അടിച്ച് അവിടെ എവിടെയെങ്കിലും ഇരിക്കും. ഇല്ല, ഇവിടുത്തെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ പറഞ്ഞാൽ എന്നാൽ പിന്നെ ടെൻഷൻ ആവുക, 2 അടിച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നില്ലല്ലോ. ഞാൻ തീരുമാനിക്കുന്നില്ലല്ലോ അങ്ങനെ. ഇത് നമ്മൾ കണ്ടെത്തുന്ന അല്ല, ഞാൻ ടെൻഷൻ അടിച്ചവിടെ ഇരിക്കും. എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടാവുമല്ലോ. ചിലർക്ക് മദ്യമാണെങ്കിൽ ചിലർക്ക് പാട്ടാവാം, ചിലർക്ക് ഫുഡ് ആവാം. എനിക്ക് ഈ സുഡോക്കു കളിക്കുന്നത്, ഈ ഗെയിമുണ്ട്, ഒരു സുഡോക്കു എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. ഭയങ്കര കളിയാണ്, അഡിക്ഷനാണ്. ഫോണിൽ ഇങ്ങനെ അത് എത്ര കളിച്ചാലും നമുക്ക് പിന്നെ ഒരു എണ്ണം കഴിഞ്ഞാൽ അടുത്തത് കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവസാനം ഈ ചേട്ടൻ പറഞ്ഞാൽ മടുത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു. സുഡോക്ക് കളിച്ചു കഴിഞ്ഞാലും പാട്ട് കേട്ടാലും ലിവർ പോകത്തില്ലല്ലോ. പിന്നെ കൈ പോവും, കഴുത്തും പോവും, കണ്ണും പോവും. അതെ, പേരുദോഷം കേൾക്കത്തില്ല. പേരുദോഷം വീട്ടിലുള്ളവർ പറയും, അവളെ എപ്പോഴും കളിച്ചോണ്ടിരിക്കുക എന്ന് പറയും. അത് ശരിയാട്ടോ. കാരണം അങ്ങനെ ഇതുണ്ട്. എനിക്ക് മധുരം കണ്ടു കഴിഞ്ഞാൽ അപ്പം കഴിക്കാൻ തോന്നുന്നു. അതൊരു കുഴപ്പമുണ്ട് എനിക്ക്. ഓരോരുത്തർക്കും ഓരോരുത്തർ അഡിക്ഷൻ മാറുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും മടുക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുക്കും. പിന്നെ അപ്പം ഈ മദ്യപാനം എന്നൊരു സാധനം അങ്ങനെ ഒരു തീം എടുത്ത് ഒബ്വിയസ്ലി പറഞ്ഞല്ലോ, കേരളത്തിൽ മദ്യപാനം കൂടുതലാണ്, അളവ് കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് സിനിമ ഇറക്കുമ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ ഒരു നെഗറ്റീവ് വരാനും ചാൻസ് ഇല്ലേ? ഇല്ല. നമ്മളിത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഉപദേശ സിനിമയൊന്നും അല്ലല്ലോ. ഒരാളുടെ ജീവിതം, ഇപ്പം ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ജീവിതത്തിൻ്റെ നാൾ വഴികളാണ്, അല്ലെങ്കിൽ അയാളുടെ മോശം സാഹചര്യത്തിൻ്റെ നാൾ വഴികളാണ് അത് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ നന്നായിട്ട് വേണേൽ അടിക്കാം, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇല്ലെങ്കിൽ ഒരു മര്യാദയ്ക്ക് അടിച്ചു പോകുക, അല്ലെങ്കിൽ നിർത്താം എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ മേലെ അടിക്കരുത്, നാളെ നിർത്തിക്കോണം, ഉപദേശവും വടിയെടുക്കലൊന്നുമില്ല. മാത്രമല്ല, അവനവൻ തീരുമാനിച്ചാൽ മാത്രമേ മദ്യപാനം നിർത്താൻ പറ്റത്തുള്ളൂ. വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. ഒരു കാര്യമുണ്ട്, ഈ സിനിമ കണ്ടിറങ്ങുന്ന പലരും അവരുടെ ഭാര്യയോടോ കൂട്ടുകാരോട് ചോദിക്കും, ഞാനിങ്ങനെയാണോ, ഈ ജീവനെ പോലെയാണോ ഞാൻ എന്ന് ചോദിക്കും. അതെ. കാരണം ഈ മദ്യപാനികൾക്ക് പൊതുവേ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു ഡ്രിങ്കല്ലേ കഴിക്കുന്നുള്ളൂ, കുഴപ്പമില്ല, ആരും അറിയുന്നില്ല. പക്ഷേ നമ്മുടെ ജസ്റ്റേഴ്സ് മാറുന്നതും ഒന്നും നമുക്കറിയാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ളവർക്കറിയാം. ഒരു പെഗ് അടിച്ചാലും 10 പെഗ് അടിച്ചാലും ചിലരങ്ങ് അഭ്യാസം കാണിക്കും. 10 പെഗ് അടിച്ചു കഴിഞ്ഞാലും മദ്യപാനി പറഞ്ഞാൽ കേൾക്കാൻ ആരും ഉണ്ടാകത്തില്ല. അവൻ്റെ വാക്കുകൾക്ക് വിലയില്ലാതായിപ്പോൾ അവൻ കോമാളി പരിവേഷത്തിലായിരിക്കും സമൂഹത്തിൽ ജീവിക്കുക. അങ്ങനെ ഒരു മദ്യപാനിയാണെങ്കിൽ പറയുന്ന വാക്കിന് പോലും വിലയില്ല. സ്വയമായിട്ട് തീരുമാനങ്ങളാ അവൻ പറയുന്നല്ലേ, ആര് കേൾക്കാനായിട്ട് ആ ഒരു മൈൻഡിലായിട്ട്. അതെ. ഇപ്പോഴും അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ? തീർച്ചയായിട്ടും. റിഗ്രറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ അങ്ങനെ? ഉണ്ട്, ഒന്നല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓരോരുത്തർ ആയിട്ട് മാറിപ്പോകുന്നതും പിരിഞ്ഞു പോകുന്നതും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്, കുറച്ച് സമയത്തിനുള്ളിൽ.
ഇപ്പൊ നമ്മുടെ ഈ ലൊക്കേഷനിൽ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ, മോണിറ്റർ ചെയ്തപ്പോൾ കണ്ടിട്ട് ഞെട്ടിപ്പോയ, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ ലൈഫിൽ പോയ ഇൻസിഡൻസ് തന്നെ ആയിരിക്കും അത്, നമ്മൾ ഒന്നുകൂടെ മോണിറ്ററിൽ കാണുമ്പോൾ ഞെട്ടിപ്പോയ ഒരു സീൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിരുന്നോ അഭിനയം കണ്ടിട്ട്? പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, സിനിമ സിദ്ധാർത്ഥ് എൻ്റെ ചലനങ്ങളുമായിട്ട് ഒരുപാട് സാമ്യം. ഞാനാണ് ചെയ്യുന്നത്, ഞാനായിട്ടല്ലേ അദ്ദേഹം അഭിനയിക്കുന്നത്. പലപ്പോഴും നമുക്ക് അഭിനയമല്ല ഫീൽ ചെയ്യുന്നത്, ശരിക്കും എന്നെ കാണാം, ഞാൻ കടന്നു വന്ന വഴികൾ കാണാം, ഞാൻ അനുഭവിച്ച് നേരിട്ട് കാണാം. പല സാഹചര്യങ്ങളിലും കട്ടുപോലും പറയാതെ അല്ലേ, നമ്മളെ കട്ട് വിളിക്കാതെ തന്നെ ചോദിക്കും കട്ടായില്ലേ. അപ്പം ഞാൻ ചിലപ്പോഴും ഇത് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, അപ്പം സിനിമ അപ്പോൾ ഹാപ്പിയായിട്ട് ടേക്ക് ഓക്കെയാണ്. കാരണം ഇനി അതുപോലും അത്രയും നമ്മൾ ഇമോഷണലായിപ്പോയി. കാരണം നമ്മുടെ ജീവിതം ഇപ്പോഴും എനിക്ക് മദ്യപാനം നിർത്തിയിട്ട് ഇത്രയും നാളായെങ്കിലും ചില വഴികളിലൂടെ, എൻ്റെ നാട്ടിലെ വഴികളിലൂടെ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. ഇത് കാണിച്ചു, അന്ന് സ്മോൾ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ വഴി കൂടെ ഒക്കെ നടന്നതാണ്, അത് രാത്രിയെന്നില്ല പകലെന്നില്ല ആ സമയത്തൊക്കെ നടന്നതാണ്. അത് കാണുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അന്നൊക്കെ വിട്ടിട്ട് ഇന്ന് നമ്മൾ ഒന്ന് റിക്കവർ ചെയ്ത്, പലരും റിക്കവറിങ് ചെയ്യാനായിട്ട് ശരിക്കും എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഡിക്കൽ എന്തെങ്കിലും ഡി അഡിക്ഷൻ സെൻ്റർ അല്ലാതെ എളുപ്പം വല്ല ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? മദ്യപാനം ഒന്ന് പതിയെ നിർത്തി ഇതാകാനായിട്ട്? അത് ഞാൻ 2 തവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ കിടന്നതാണ്. ആദ്യത്തെ തവണ 34 ദിവസം, രണ്ടാമത്തെ തവണ 10 ദിവസം. ഈ 2 തവണയും വീട്ടുകാർ സുഹൃത്തുക്കളൊക്കെ കൂടെ ഫോഴ്സ് ചെയ്ത് ആണ് അവിടെ ആക്കുന്നത്. അപ്പം നമുക്ക് എന്നാലും നിർത്തിക്കളയാം, ഒരവസരം കിട്ടിയില്ല അന്നല്ല വിചാരിക്കുന്നത്, നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം മദ്യവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും, അവരെ നമ്മൾ ശത്രുവായിട്ടേ കാണത്തുള്ളൂ. നമുക്ക് വല്ലാത്ത ദേഷ്യമൊക്കെ, ഇത് ഇറങ്ങിയാൽ ഉടൻ അടുത്ത പെഗ് അടിക്കാം, ഒരു വാശി പോലെ. എന്തിനാണ് ആവശ്യമില്ലാത്തൊരു വാശി? അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പക്ഷേ അടുത്ത തവണ ഞാൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയിട്ടില്ല. തന്നെത്താൻ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ലൈഫിലേക്കും കരിയറിലേക്കും തിരിച്ചു വരണം, അതിന് നിർത്തിയേ പറ്റൂ. നിർത്തി. അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയില്ല, കിടന്നില്ല. അല്ലാതെ അതിനാദ്യം വേണ്ടത് നമ്മളുടെ ശക്തമായ തീരുമാനം മാത്രമാണ്. അവനവൻ വിചാരിച്ചു കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. തീർച്ചയായും നമ്മൾ തീരുമാനിച്ചാൽ, നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ തീരുമാനിച്ചാൽ അവിടെ നിർത്തി. കാരണം ഇതിൻ്റെ ഗുണവും ദോഷവും എല്ലാ സാഹചര്യവും അനുഭവിച്ചാണ്. പലർക്കും അവരുടെ സാഹചര്യം കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ എനിക്ക് വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. തിരിച്ച് സിനിമയിലേക്ക് വരാനും ജീവിതത്തിലേക്ക് വരാനും എല്ലാവരും ഇപ്പോഴും അത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു നല്ല കാര്യത്തിനൊരു ചീത്തക്കാര്യം, ഒരു ചീത്തക്കാര്യത്തിനൊരു നല്ല കാര്യം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഞാൻ അതിൻ്റെ ഇതിന് പോയായിരുന്നു, നമ്മൾ മ്യൂസിക് ലോഞ്ചിന് പോയായിരുന്നു. അപ്പോൾ അന്നേരം പ്രധാനപ്പെട്ട ഒരു വ്യക്തി പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം അങ്ങനെയുള്ള ജീവിതത്തിലൂടെ കടന്നു പോയത് നന്നായി, അദ്ദേഹത്തിനും നന്നായി. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും വലിയ മ്യൂസിക് ലോഞ്ചായിട്ട് അദ്ദേഹം ആ ജീവിതത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു സിനിമ ഉണ്ടായതും അദ്ദേഹത്തിനും ഇപ്പോൾ ഒരു നല്ല ജീവിതം കിട്ടിയതും. എന്ന് പറഞ്ഞാൽ വിനോദേട്ടൻ ഇങ്ങനെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലേ, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അതെ. പക്ഷെ ആ ഒരു അനുഭവം, ഒരു നല്ലതിന്, ഒരു ചീത്തയ്ക്ക് ഒരു നല്ലതുണ്ടെന്നല്ലേ പറയുന്നത്. ഇപ്പം ഇതിനിടയ്ക്കൊരു കോമഡി ഉണ്ട്. ഇപ്പം പല സുഹൃത്തുക്കളുടെയും സംശയം, ഞാൻ അഭിനയിക്കുകയായിരുന്നു, ഇത് എഴുതാൻ വേണ്ടി ഞാൻ ബോധപൂർവം ഷാപ്പിലും ബാറിലും ഫിറ്റായതുപോലെ അഭിനയിക്കുകയായിരുന്നോ എന്നാണ്. ഇത് നേരെ ഉൾട്ടേ പലർക്കും സംശയം. നമുക്കൊരു സിനിമയിൽ ഇതേപോലെ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ ജീവിതം പഠിക്കാനായിട്ട് തീർച്ചയായും. ഇപ്പം എന്തായാലും സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. ഇപ്പം കാണുന്ന പ്രേക്ഷകനും ആ ജീവന്റെ
എന്താ പറയുക ഫീലിങ്സ് ആ ചേട്ടൻ പോയ യാത്രയിലൂടെ തന്നെ പ്രേക്ഷകർക്കും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ അതൊരു കാരണം പ്രേക്ഷകർക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വിജയിച്ചെന്ന് തന്നെ എൻ്റെ അർത്ഥം. അപ്പോൾ അതേപോലെ ഒരു വലിയ ഹിറ്റാവട്ടെ, ഇനി ഒരുപാട് ചിത്രങ്ങൾ ചേട്ടനെ കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ. ചേച്ചിക്ക് ഒരുപാട് ഇപ്പം അഭിനയത്തിലേക്ക് തുടക്കമാണെന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് കുറേ പടങ്ങൾ മലയാളത്തിൽ കാണാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് ഇനി ഒരുപാട് ഇന്റർവ്യൂസ് കാണാൻ സാധിക്കട്ടെ. കാണണ്ടേ? പിന്നെ തീർച്ചയായിട്ടും വേണം. അപ്പം 13-ാം തീയതി സിനിമ റിലീസ് ചെയ്യുകയാണ്. കാണാൻ പറ്റുന്ന പ്രേക്ഷകരുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇപ്പോൾ ഒരുപാട് പ്രവാസികൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഇതിലൂടെയാണ് അവരുടെ സിനിമ നമ്മുടെ മലയാളത്തിൽ എന്തൊക്കെ നടക്കുന്നത്, എന്തൊക്കെ സിനിമയുടെ വിശേഷങ്ങൾ നടക്കുന്നു, അവിടെ ഇതേപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് നടക്കുന്നത്. അപ്പം അവരോട് എന്താണ് പറയുന്നത്, നമ്മുടെ മാഗ്നവിഷൻ ടിവിയുടെ UK പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ എളിയ സംരംഭം വിജയിപ്പിക്കുക, എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊരിക്കലും ഒരു ഉപദേശ സിനിമയല്ല, എന്നെ പറ്റിയുള്ള ഡോക്യുമെൻ്ററിയോ ഫിക്ഷനോ അല്ല, ബയോപിക്കാണ്, ഓട്ടോ ബയോപിക് എന്ന് പറയാം. അതിൻ്റെ സിനിമാറ്റിക് വെർഷൻ എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. തീർച്ചയായും വലിയൊരു വിജയം മാറട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തോന്നുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.